ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ ഒരു പുതിയ സെക്ഷനാണ് ലോറൻസ് ഫോഴ്സ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു അസോസിയേറ്റഡ് വിത്ത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദർ ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ബയാർഡ് സവാർഡ് ലോ യൂസ് ചെയ്ത് കണ്ടെത്തി. ഒരു സർക്കുലർ ലൂപ്പിലൂടെയൊക്കെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് സറൗണ്ടിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു എക്സ്റ്റേണൽ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇഫ് വി ഹാവ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ, ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തു. ഇതിൽ ഒരു ചാർജ് മൂവ് ചെയ്യാണ്, ചാർജ് ദാറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ഇൻ്ററാക്ഷൻസാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവ്സ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വാട്ട് യു മീൻ ബൈ ലോറൻസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവ്സ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അഥവാ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലോ ചാർജ്, അല്ലെങ്കിൽ നമ്മൾ ഇത് രണ്ടും അപ്ലൈ ചെയ്തു എങ്കിൽ, അങ്ങനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്നറിയപ്പെടും. ആൻഡ് ദെർഫോർ ലോറൻസ് ഫോഴ്സ് ഹാവിങ് ടു കമ്പോണൻസ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് പറയാം, ദാറ്റ് ഈസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ എന്തായിരിക്കും സർ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ലെറ്റ്സ് കൺസിഡർ വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ. യു നോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പാരലൽ ഫീൽഡ് ലൈൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ഫീൽഡ് പാറ്റേൺ കൊടുത്തിട്ട് ഈ എഴുതിയാൽ എന്താ അതിനർത്ഥം? ദർ ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ. ആ റീജിയണിൽ ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. റെസ്റ്റാണ്, വെലോസിറ്റി 0, റെസ്റ്റിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ്. ഈ ചാർജ് റെസ്റ്റിലായാൽ പോലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് വരും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കതിനെങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഇതിന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഈ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിലോട്ട് എത്താൻ പറ്റും. നോക്കൂ, ലെറ്റ്സ് കൺസിഡർ വി ഹാവ് എ ചാർജ് പ്ലസ് ക്യൂ ഹിയർ ആൻഡ് വി ഹാവ് എ ചാർജ് small charge plus q here, capital Q and small q separated by a distance r. You can see that there is interaction. അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ തമ്മിൽ ഇൻറ്ററാക്ഷൻ? മീൻസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ വരും. രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൾഷൻ വരും. എന്താ ഇതിൻ്റെ കാരണം? ശരിക്കും രണ്ട് ഫീൽഡുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് വരിക. പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇവിടെ രണ്ട് ഫീൽഡ് വരാം? ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ പ്ലേസ് ചെയ്താൽ സറൗണ്ടിങ് റീജിയൻ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡായി. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലസ് ക്യൂ വെച്ചിട്ടുള്ളത്. ഈ പ്ലസ് ക്യൂവും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇവർ തമ്മിൽ കൂളം ഇൻറ്ററാക്ഷൻ വരുന്നത്, ആ കൂളം ഫോഴ്സ് വരുന്നത്. നമുക്കറിയാം കൂളം ഫോഴ്സ് ഇസ് ഗിവൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഇസ് ഗിവൺ ബൈ 1/4πε0 Q/r². ദാറ്റ് ഈസ് എ കൂളം ഫോഴ്സ്, കൂളം ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു. നോക്കൂ, ഇതിൽ ഈ ഒരു പാർട്ട് എടുത്ത് നോക്കുക, 1/4πε0 Q/r². ഇതെന്തിനു തുല്യമാണ്? ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ ചാർജ് പ്ലസ് ക്യൂ. ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇതിൻ്റെ r ഡിസ്റ്റൻസിൽ, ഈ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസിൽ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡാണെന്ത്? 1/4πε0 Q/r². ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ, ദെൻ യു വിൽ ഗെറ്റ് എ ഫോഴ്സ്. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദ
ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് കിട്ടും. ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ ഇടുന്നു. വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു ഇ വെക്റ്റർ ഇ ഇൻറ്റു ക്യൂ. ചാർജ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെർഫോർ ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എഫ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അതുകൊണ്ട് ഒരു സഫിക്സ് ഇ എന്ന് കൊടുക്കാൻ പാടെ. വെക്റ്റർ എഫ് ഇ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഈക്വൽ ടു ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ചാർജിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റും? Force is a vector quantity and therefore electric Lorentz force is acting in the direction of electric field if the charge is positive, and electric Lorentz force is acting opposite to the charge if charge is negative. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? നോക്കൂ, വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇയർ വെക്റ്ററിൽ പഠിച്ചൊരു കാര്യമാണത്. ഇഫ് യു ഹാവ് ടു വെക്റ്റേഴ്സ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി given by vector b is equal to a scalar lambda multiplied by vector a, then vector b is acting in the direction of vector a if lambda is positive, and vector b is acting opposite to the vector a if lambda is negative. അതേ ഫോമുലല്ലേ ഇത് വന്നത്? ഈ ബിക്ക് പകരം ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് വന്നു, ഈ എക്ക് പകരം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വന്നു, ഇവിടെ ഒരു സ്കേലാർ ലാംഡ ഉണ്ട്, ആ സ്കേലാർ ലാംഡക്ക് പകരം ഇവിടെ ഒരു സ്കേലാർ ചാർജ്. ഓക്കെ, അപ്പോൾ ദെർഫോർ ഇവിടുത്തെ ഇതേ റൂൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സും തമ്മിലുള്ള കണക്ഷന് അല്ലെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വെച്ചിട്ടുള്ളത് ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ നെഗറ്റീവ് ചാർജാണ് പ്ലേസ് ചെയ്തെങ്കിൽ എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ നോക്കൂ, ഈ ഒരു കേസിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരികയാണ്. വി ഹാവ് എ ചാർജ് ഇസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് പ്ലേസ് ചെയ്യുന്നു. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് ഇനീഷ്യൽ വെലോസിറ്റി 0. എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് ദി മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ ചാർജ്? ഈ ചാർജിന് ഏത് ടൈപ്പ് മോഷൻ വരാണ്? ചോയ്സ് തരാണ്. ചാർജ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്. 2, ദ ചാർജ് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ദ ചാർജ് എക്സിക്യൂട്ട് സർക്കുലർ മോഷൻ, അല്ലെങ്കിൽ ദ ചാർജ് എക്സിക്യൂട്ട് യൂണിഫോം സർക്കുലർ മോഷൻ. ഇങ്ങനെ ഡിഫറെൻറ്റ് ചോയ്സ് തരാണെങ്കിൽ എന്താ സംഭവിക്കുക? ചാർജ് റെസ്റ്റിലുള്ള ചാർജ് ഞാൻ പറഞ്ഞു, ചാർജ് റെസ്റ്റിലാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ചാർജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ആ ചാർജിന് അതിൻ്റെ റെസ്റ്റ് തുടരാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, എവരിബഡി കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അണ്ടിൽ ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകുന്നത് വരെ മാത്രമേ ഇതിനതിൻ്റെ റെസ്റ്റ് തുടരാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോഴ്സ്, ഇത് പോസിറ്റീവ് ചാർജ് ചെയ്തുകൊണ്ട് ഇതേ ഡയറക്ഷനിൽ ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കിട്ടിയാൽ ഇത് ആക്സലറേറ്റ് ചെയ്യും. ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ ക്യൂ ഇ ഡിവൈഡഡ് ബൈ എം. അല്ലേ? എങ്ങനെ കിട്ടിയത്? എഫ് ഇസ് ഈക്വൽ ടു എം എ. ദെർഫോർ എ ഇസ് ഈക്വൽ ടു ഈ മാസിന് എഫ് ഇസ് ഈക്വൽ ടു എം എ ഈസ് ഈക്വൽ ടു ക്യൂ ഇ. അല്ലേ? ഫോഴ്സിൻ്റെ വാല്യൂ ലോറൻസ് ഫോഴ്സ് അത് ആക്ട് ചെയ്യുന്നു. അതിന് ഞാൻ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെർഫോർ ആക്സലേഷൻ ഈസ് ഗിവൺ ബൈ ക്യൂ ഇ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സലേഷൻ ഉണ്ട്. ആക്സലേഷൻ ഉണ്ടായാൽ ഇതിൻ്റെ റെസ്റ്റ് തുടരാൻ കഴിയില്ല. ആഫ്റ്റർ എ ടൈം ടി എന്ത് ചെയ്യും? വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ആക്സലേഷൻ്റെ വാല്യൂ ക്യൂ ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടി. അപ്പോൾ ടി ഈക്വൽ ടു 0 വെലോസിറ്റി 0 വരും. പക്ഷേ ടിക്ക് നിങ്ങളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോൺ 0 ആയിട്ടുള്ള ആൻസറാണ് കിട്ടുക. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ യൂണിഫോംലി ആക്സലറേറ്റ് വരും. ദെർഫോർ ആൻസർ ഈസ് the charge execute uniform accelerated motion in the direction of electric field. മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞത്? if we have a charge is placed at rest in uniform electric field, the motion of charge is uniformly accelerated motion in the direction of electric field if the charge is positive, and its opposite is if the charge is negative. Okay, ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇതങ്ങനെ ഡീറ്റെയിൽസ് പറയാനുള്ള കാരണം നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് നോക്കാം. നൗ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, നമ്മൾ വാട്ട് ഈസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ external electric field. Similarly, what is magnetic Lorentz force? It is the force acting on a charge moves in external magnetic field. Let's consider the figure. We have a charge plus q moving with a velocity, uniform velocity vector v at an angle theta with a uniform magnetic field. B എന്ന് പറയുന്ന വെക്റ്റർ ബി എന്ന് പറയുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് എൻ്റർ ചെയ്യുന്നത് ഈ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാണ്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് വി വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യാണ് എങ്കിൽ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ബി ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സെക്ഷനിൽ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി കേട്ടോ. അത് ഡയറക്റ്റ് എഴുതിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. അത് എന്തെങ്കിലും ഇക്വേഷനാണ്? ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഏതുപോലെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിന് പകരം നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ദർഫോർ വാട്ട് അബൌട്ട് ദി മാഗ്നിറ്റ്യൂഡ്? ഇവിടെ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ പണിയൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇവിടെ എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്? ദാറ്റ് ഈസ് ഗിവൺ ബൈ ക്യൂ വി ബി സൈൻ തീറ്റ അല്ലേ? യു നോ ദാറ്റ് വി ക്രോസ് ബി ഈക്വൽ ടു വി ബി സൈൻ തീറ്റ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന പോലെ വി ക്രോസ് ബി ഈക്വൽ ടു വി ബി സൈൻ തീറ്റ എന്നാണ് മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ ചാർജ് മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ദർഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് Lorentz force is given by magnetic Lorentz force is given by QVB sin theta. Okay. Therefore, what about the direction? Magnitude നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മളവിടെ മാഗ്നിറ്റ്യൂഡും പറഞ്ഞു, ഡയറക്ഷനും പറഞ്ഞു. ഇവിടെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും, ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റും. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താം. ഇവിടെ അത്ര സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ ഈ ക്രോസ് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ചാർജ് സ്കെയിലർ ആയതുകൊണ്ട് വി ക്രോസ് ബി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ആൻഡ് ദെർഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷനിലും അല്ല അത് മൂവ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും അല്ല, രണ്ട് ഡയറക്ഷനിലല്ല ഫോഴ്സ് ആക്ട് ചെയ്യുക. ഈ രണ്ട് വെക്ടറിനും 90 ഡിഗ്രിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വെക്ടറുള്ള പ്ലെയിനിന് 90 ഡിഗ്രിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഏത് ഫോഴ്സ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള് അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ ഈ പ്ലെയിൻ ഏത് പ്ലെയിന്? വിയും ബി ഉള്ള പ്ലെയിനാണ് ഞാൻ ഈ കാണിച്ചത്, അതിന് 90 ഡിഗ്രിയിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ നമ്മൾ പറയാം. ഇഫ് വി ഹാവ് എ ചാർജ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, എ പ്ലസ് ക്യൂ ചാർജ് ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ബോർഡിന് പ്ലെയിനിന് താഴോട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ചാർജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? എന്ത് ചെയ്യുക? നിങ്ങൾ വിയും ബിയും ഉള്ള പ്ലെയിനിന് 90 ഡിഗ്രിയിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ പിടിക്കുക. എന്നിട്ട് വിയിൽ നിന്ന് ബിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, അഥവാ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ സ്ക്രൂ എന്ത് ചെയ്യുക? ഇത് ഈ ബോർഡിനുള്ളിലോട്ട് തുളച്ച് കയറും. അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ എഫ് ബി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ. ഉണ്ടോ? ഈ ഡയറക്ഷൻ നോക്കൂ, വെലോസിറ്റിക്കും 90 ഡിഗ്രിയാണ്, മാഗ്നറ്റിക് ഫീൽഡിനും 90 ഡിഗ്രിയാണ്. ദാറ്റ്സ് അബൌട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? അടുത്തത് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്.
ഓക്കെ, 1/1 ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, വി ഹാവ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ക്യൂ വി ബി സൈൻ തീറ്റ. എന്തൊക്കെ പ്രോപ്പർട്ടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്? ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിന് അടുക്കുള്ള ആംഗിളും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഇഫ് ദ ചാർജ് മൂവ്സ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ദെൻ ഫോഴ്സ് ഇസ് സീറോ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസ് സീറോ. രണ്ടാമത്തെ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇഫ് വി ഹാവ് എ ചാർജ് ഈസ് മൂവിങ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, a charge plus q that is moving with the velocity in the direction of magnetic ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ചാർജ് എൻ്റർ ചെയ്തതെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ഡിഗ്രി, രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ആംഗിൾ 0, therefore q v b sin 0 0, therefore answer will be 0. അതാണ് പറയുന്നത്. if the charge is moving parallel, ആൻറ്റി പാരലൽ മീൻസ് ചാർജ് മൂവ് ചെയ്യുന്നത് നേരെ ഇങ്ങോട്ട് വെലോസിറ്റി ഡയറക്ഷനിലാണെങ്കിൽ 180 ഡിഗ്രി വരും. 180 ഡിഗ്രി വരുന്നാലും നമുക്കറിയാം ക്യൂ വി ബി സൈൻ 180 ഡിഗ്രി, ദാറ്റ് ഈസ് ആൾസോ സൈൻ 180 ആൾസോ 0, therefore മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 വരും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഇഫ് ദ ചാർജ് ഈസ് മൂവിങ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ദർ ഇസ് നോ ഫോഴ്സ്. അപ്പോൾ ഈ കേസിൽ നോക്കൂ, ഇഫ് ദ ചാർജ് ഈസ് മൂവിങ്, ഒരു ചാർജ് യൂണിഫോം വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, അത് അതിൻ്റെ യൂണിഫോം മോഷൻ തുടരും, ബിക്കോസ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് എഫ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ ദർ ഇസ് നോ ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ്. എന്തായിരിക്കും കാരണം? ഇവിടെ നോക്കൂ, ചാർജ് റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ഈസ് 0, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, ദെൻ യു ക്യാൻ സീ ദാറ്റ് if velocity is equal to 0, magnetic Lorentz force equal to q into 0 into b sin theta again is equal to 0. That is, charge is velocity 0 means charge is at rest. അപ്പോൾ ചാർജ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. ദാറ്റ് ഈസ് ഓൺലി മൂവിങ് ചാർജ് ഈസ് അഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. എന്തായിരിക്കും അതിൻ്റെ റീസണ്? ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണെങ്കിൽ അങ്ങനല്ല. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൽ ഇഫ് വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഹിയർ, അവിടെ ഞാനൊരു ചാർജ് പ്ലസ് ക്യൂ എന്ന് പറയുന്നത് റെസ്റ്റിൽ തന്നെ ആണെങ്കിലും അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. കാരണം എന്താണ്? ഈ ഞാൻ പറഞ്ഞു, ചാർജ് ഇലക്ട്രിക് സ്റ്റാറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡും അപ്ലൈഡ് ഫീൽഡും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. പക്ഷേ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് വി ഹാവ് എ ചാർജ് പ്ലസ് ക്യൂ, ആ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്താൽ അതിൽ ഫോഴ്സ് ഇല്ല, കാരണം റെസ്റ്റിലുള്ള ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് ഫീൽഡിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല, ഈ അപ്ലൈഡ് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് നോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇനി അതല്ല, ഈ ചാർജ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ മൂവ് ചെയ്യുന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ അപ്ലൈഡ് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ലോറൻസ് ഫോഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മനസ്സിലാക്കുക നിങ്ങൾ, ഓൺലി മൂവിങ് ചാർജ് ഈസ് അഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ്, ഇഫ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് ദർ ഈസ് നോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇഫ് വി ഈസ് പെർപെൻഡിക്കുലർ ടു ബി, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വിൽ ബി മാക്സിമം ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഗിവൺ ബൈ ക്യൂ വി ബി. അല്ലേ, എന്താണ് നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ചാർജ് ഈ രീതിയിൽ 90 ഡിഗ്രിയിലാണ്. ഇഫ് വി ഹാവ് എ ചാർജ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, തീറ്റ വിൽ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് യു ക്യാൻ സീ ദാറ്റ് സൈൻ 90 ഈസ് ഈക്വൽ ടു 1. therefore ക്യൂ വി ബി സൈൻ 90, സൈൻ 90യുടെ വാല്യൂ 1 ആണ് മാക്സിമം, ദാറ്റ് ഈസ് ക്യൂ വി ബി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ് ക്യൂ വി ബി, ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ സ്പീഡ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മാക്സിമം വാല്യൂ. അത് എപ്പോഴാണ് കിട്ടുക? ഇഫ് ദ ചാർജ് ഈസ് എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യുമ്പോൾ മാക്സിമം ലോറൻസ് ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയിൽ നമുക്ക് ആ ഡയറക്ഷൻ പറയാം. ഏത് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ്
പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം എ ക്രോസ് ബി നേച്ചർ ആയതുകൊണ്ട് ഫോഴ്സ് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, കൂട്ടാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇഫ് ചാർജ് ഇസ് ഈക്വൽ ടു 0, ഒന്നാലോചിച്ച് നോക്കൂ. ചാർജ് തന്നെ 0 ആണെങ്കിൽ ദർ ഇസ് നോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ചാർജിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ ക്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ മൊത്തം ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ചാർജ് 0 മീൻസ് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഒരു ന്യൂട്രോൺ ആണ്. ഒരു ന്യൂട്രോൺ ആണ് താഴോട്ട് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ ന്യൂട്രോൺ മൂവ് ചെയ്തതുകൊണ്ട് എന്തില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യില്ല. കാരണം ഓൺലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് അഫക്റ്റഡ് ബൈ ഫീൽഡ്. അത് ഇലക്ട്രിക് ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ആയാലും ന്യൂട്രോണിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനോ ന്യൂട്രോണിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾ മാത്രമേ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ. ഡെഫിനിഷൻ ഓഫ് SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത സെക്ഷനാണത്. നോക്കൂ, നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് ടെസ്ല അല്ലേ, ടി. അപ്പോൾ നമുക്ക് 1 ടെസ്ല എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഞാൻ ബയാർഡ്സ് അവാർഡിലോ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ടെസ്ല ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ഒരു ലോറൻസ് ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് 1 ടെസ്ലനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ എന്താണ് മെത്തേഡ് നോക്കൂ. വി ഹാവ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ FB, മാഗ്നിറ്റ്യൂഡ് നോക്കാം, ഈക്വൽ ടു QVB സൈൻ തീറ്റ. അപ്പോൾ നമ്മുടെ കയ്യിൽ വി ഹാവ് എ ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളോം ചാർജ് മൂവിങ് വിത്ത് വെലോസിറ്റി 1 meter per second perpendicular to uniform magnetic field, that is B is equal to 1 Tesla, that is theta also 90 degree, that is perpendicular to magnetic field. എങ്കിൽ what about the value of magnetic Lorentz force? Magnitude അങ്ങനെ കിട്ടും is given by equal to 1 into velocity 1, velocity means speed, magnitude of velocity, speed 1, magnetic field 1 Tesla into sin 90, therefore equal to 1 into sin 90 1, therefore answer will be 1 Newton. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ 1 ടെസ്ലനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ നോക്കൂ. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 1 Tesla ഇഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 1 meter per second perpendicular to the magnetic field experience a force of 1 Newton. മനസ്സിലായോ? അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 meter per second സ്പീഡിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് 1 Newton, ദെൻ അപ്ലൈഡ് ഫീൽഡ് എന്തിന് തുല്യമായിരിക്കും? 1 ടെസ്ലക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1 Tesla ഇഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 1 meter per second perpendicular to the magnetic field would experience a force of 1 Newton. Okay, that's about the SI unit of magnetic field. അടുത്ത ടോപ്പിക്ക് നോക്കൂ നിങ്ങൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണിത് റൂള്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. നമ്മൾ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ഏത് ആംഗിളായാലും നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസിൽ ഇഫ് ദ വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാർജ് എൻ്റർ ചെയ്യുന്നത്. +Q എന്ന് പറയുന്ന ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം എന്നാണ്. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ്, ആ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, ഇത് 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക. ആൻഡ് ഇഫ് direction of magnetic field is given by 4 finger and
middle finger represent the direction of velocity or the direction of motion, then thumb gives the direction of magnetic Lorentz force. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, സിമ്പിളാണ്. എന്ത് ചെയ്യുക, ഒന്നുകൂടെ പറയാൻ, ഞാൻ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ്, ഇത് 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുക, എല്ലാം പരസ്പരം 90 ഡിഗ്രി ആയിട്ട് പിടിക്കുക. എന്നിട്ട് ഈ 4 ഫിംഗർ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ വെലോസിറ്റിയുടെ ഡയറക്ഷനിലുമാണെങ്കിൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത് നോക്കിയാൽ മതി. അതായത് ഈ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഹോൾഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ആൻഡ് ഇഫ് middle finger represent the direction of velocity, forefinger represent the direction of magnetic field, then thumb gives the direction of magnetic Lorentz force. നോക്കൂ, നമുക്ക് ഇത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, റൈറ്റ് ഹാൻഡ് റൂൾ, സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എ ക്രോസ് ബി എവിടെ വരുന്ന അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇത് 90 ഡിഗ്രി വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ചാർജ് മൂവ് ചെയ്യുന്നത് ഈ റൈറ്റിലോട്ടാണ്. അപ്പോൾ ഞാൻ ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, മിഡിൽ ഫിംഗറാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ കാണിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ 4 ഫിംഗർ. അപ്പോൾ നോക്കൂ, എൻ്റെ തമ്പ് നിൽക്കുന്നത് നോക്കൂ, ഈ ബോർഡിന് പ്ലെയിന് 90 ഡിഗ്രി ഇങ്ങോട്ടാണ് അല്ലേ. ഇത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്താലും തന്നെയല്ലേ കിട്ടുക. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യുക, ഇവിടെ സ്ക്രൂ പിടിക്കുക, എന്നിട്ട് വീന്ന് ബീക്ക് റൊട്ടേറ്റ് ചെയ്യുക. വീന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂ ഇങ്ങനെ അഴിഞ്ഞ് ഇങ്ങോട്ടാണ് പോരുക. അതിനെ ഇപ്പോൾ ഇവിടെയും കിട്ടുക, വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് വരാം. ഓക്കെ, ക്ലിയർ ആയുള്ള ഐഡിയ. അപ്പോൾ നിങ്ങളോട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നിങ്ങൾ ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്താൽ മതി. സോറി, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ FP എന്ന് കൊടുക്കുക. ഓക്കെ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്ലിയർ ആയോ? എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ കേസിലൊന്ന് ആൻസർ പറ. ഇങ്ങനെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുണ്ട്. എന്താണ്, വി ഹാവ് എ ചാർജസ് പ്ലസ് Q ദാറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണിച്ചാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദർ ഈസ് മാഗ്നറ്റിക് ഫീൽഡ്, ദർ ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഏതുപോലെ എന്താ, ഇതേ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനർത്ഥം എന്താ, ദർ ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം ഫീൽഡ് ഈസ് റെപ്രസെൻറ്റ് ബൈ പാരലൽ ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ്. ഇതേ ഫീൽഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ അത് നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ അതിനർത്ഥം ദർ ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അങ്ങനെയുള്ളൊരു ബോർഡിൽ ചാർജ് എന്ത് ചെയ്തു, ഈ ഡയറക്ഷനിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ ചാർജിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോഴും 90 ഡിഗ്രിയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കണ്ടെത്താൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഏത് ചെയ്യണം, 4 ഫിംഗർ. അപ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ നോക്കൂ, തമ്പ് നിൽക്കുന്ന നോക്കൂ മേലോട്ട്. ദർഫോർ ഇവിടെ നിങ്ങൾ ഈ ചാർജ് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക, നേരെ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ബിക്കോസ് FB മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസ് ആക്ടിങ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതെന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അല്ല, വെലോസിറ്റിയുടെ ഡയറക്ഷനും അല്ല, രണ്ടിനും 90 ഡിഗ്രി ഉള്ള ഒരു ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി പെർപെൻഡിക്കുലർ ടു ബി ഉള്ള കേസിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ ചാപ്റ്ററിൽ പല റൂളുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ, സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ്, ആ സർക്കുലർ ലൂപ്പിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ തമ്പായിരിക്കും അതിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ പറഞ്ഞത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുക, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് വി പെർപെൻഡിക്കുലർ ടു ബി. ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി ഹെഡിങ്ങിലോട്ട് ഒന്നുകൂടെ വരാം. നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോറൻസ് ഫോഴ്സ്. വാട്ട് യു മീൻ ബൈ ലോറൻസ് ഫോഴ്സ്, വാട്ട് യു മീൻ ബൈ ലോറൻസ് ഫോഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ നിങ്ങൾ എഴുതാം, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ്, ഇറ്റ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നോക്കൂ, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ ചാർജ് പ്ലസ് Q മൂവിങ് വിത്ത് എ വെലോസിറ്റി V and it is supplied by a magnetic field B. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആംഗിൾ തീറ്റ ഡയറക്ഷനിൽ. ഇതിലെന്ത് ചെയ്തു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ ചാർജ് സംഭവിക്കുക, ഒന്നുമില്ല. എന്താണ്,
റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്പോൾ ഇവിടെ ഈ ചാർജിൽ എന്ത് ചെയ്യും? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും ആക്ട് ചെയ്യും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ആക്ട് ചെയ്യും. ആ നെറ്റ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ പിന്നെ അതിൻ്റെ കൺക്ലൂഷനിലോട്ട് വരികയാണ്. വാട്ട് യു മീൻ ബൈ ലോറൻസ് ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവ്സ് ഇൻ electric and magnetic field. Therefore net force equal to the vector sum of electric Lorentz force and magnetic Lorentz force. F equal to Fe plus Fp. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഡിസ്കസ് ചെയ്തു. രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സാണ് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Q ഇൻറ്റു ഇ. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലാണ് ഇതിൽ ഇങ്ങോട്ടൊരു ചാർജ്. ഈ ചാർജിന് എന്ത് ചെയ്യും? ഈ മേലോട്ടൊരു ഫോഴ്സ് കിട്ടും. മാത്രമല്ല പ്ലസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എങ്ങനെ കിട്ടും? Q ഇൻറ്റു വി ക്രോസ് ബി, വെലോസിറ്റി ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോഴ്സ്. ദർഫോർ ഈക്വൽ ടു Q ഇൻറ്റു, ഞാൻ രണ്ടിലും ചാർജ് കോമൺ ആയതുകൊണ്ട് അത് പുറത്തെടുത്തു, ഇ പ്ലസ് വി ക്രോസ് ബി. Okay, this is the expression for Lorentz force acting on a charge moves in external electric field and magnetic field. Okay, അപ്പോൾ ഈ സെക്ഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോറൻസ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവ്സ് ഇൻ ബോത്ത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു തിയറിയുടെ ബേസിൽ നമുക്കൊരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലോ ഇലക്ട്രിക് ഫീൽഡിലോ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ എങ്ങനെ ഡീവിയേഷൻ വരുന്നു, അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കേസ്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ വന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് സ്ട്രൈറ്റ് ലൈൻ പാത്ത് നിന്നുമല്ലേ സർക്കിൾ പാത്തിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്തിലോട്ട് ഡീവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് 90 അല്ലാത്തൊരു ആംഗിൾ തീറ്റ ആംഗിൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ മറ്റൊരു ട്രാജക്ടറി മറ്റൊന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ 90 ഡിഗ്രിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്തിന് എന്ത് മാറ്റം വരും, ഇങ്ങനെയുള്ള ഡിസ്കഷന്. അതുപോലെ തന്നെ ഈ തിയറിയുടെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ് സൈക്ലോട്രോൺ. ഇറ്റ്സ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. ചാർജിനെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സൈക്ലോട്രോൺ. ഇതൊക്കെയാണ് നമ്മൾ വരുന്ന സെക്ഷനുകളായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.